അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ ഞാനിന്ന് കാണിക്കുന്നത് chi-square കാൽക്കുലേഷനാണ്. MPC 006 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറിൽ നമുക്ക് 100% എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ. chi-square ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു വേയിലാണ് ഞാൻ കാണിക്കുന്നത്. ഭയങ്കര ഈസിയാണ്, നമുക്ക് എന്താണെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം എല്ലാവരും ഇതെന്താണെങ്കിലും ഫോളോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണെങ്കിലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ 6 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 10 മാർക്കിന് ചോദിക്കും. 6 മാർക്കിലാണെങ്കിൽ ചെറിയൊരു ടേബിളായിരിക്കും ഉണ്ടാവുക, രണ്ട് റോയും 2 കോളമുള്ള ടേബിൾ. അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു 3-4 കോളം 4 റോ ഒക്കെ ഉള്ളതാണെങ്കിൽ 10 മാർക്കിനും ചോദിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് മിസ്സാക്കരുത് കേട്ടോ. ഈ ഒരു മാർക്ക് നമ്മൾ മിസ്സാക്കരുത് എക്സാമിൽ. കാരണം സ്റ്റാർട്ടിങ്ങിൻ്റെ നമുക്ക് മാർക്ക് ഒരു കാൽക്കുലേഷൻ പാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് സുഖമായിട്ട് കിട്ടുന്ന പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് chi-squareൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് 2 ടേംസാണ്, O ആൻഡ് E, അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025 ഡിസംബറിൽ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 റോ 2 കോളം 6 മാർക്സിനാണ് വന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ ഡ്രോ ചെയ്യാം. അപ്പം അതിനനുസരിച്ച് അപ്പോൾ ഇതിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അതേപോലെ കോപ്പി ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏകദേശം മറ്റേ ഈ ഫോർമുലയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷേ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നെ ഫോം ചെയ്തിട്ട് അതിന്ന് ഞാൻ ആൻസറിലേക്ക് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പോൾ ഡയറക്റ്റ് ചോദിച്ചേക്കുന്നത് നമ്മൾ chi-square കാണാനാണ്, കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ചിലപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചോദിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളത് ഹൈപ്പോത്തിസിസ് ഏതാ നള്ളാണോ, ഏത് ഹൈപ്പോത്തിസാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മളതും കൂടി ഞാൻ ലാസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റെസ്പോൺസ് ജെൻഡർ മെയിൽ ഫീമെയിൽ, നമ്മൾ അതിൽ എഗ്രി ചെയ്യുന്നത് ഡിസെഗ്രി ചെയ്യുന്നതിൻ്റെ കൗണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇതിൻ്റെയൊക്കെ ടോട്ടൽ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് എന്ത്, ഈ ടോട്ടലിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഒന്നുമില്ല, ഇതിൻ്റെ റൈറ്റ് എൻഡിലും താഴെയും ഒരു റോവും കൂടി ഒരു കോളം കൂടി ആഡ് ചെയ്യാം ഇതിന് ടോട്ടലിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ടേബിൾ എടുത്ത് എഴുതുക, അതിൻ്റെ കൂടെ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റോ ടോട്ടലും കിട്ടണം, ടേബിൾ ടോട്ടലും കിട്ടണം. കണ്ടപ്പോൾ ഇപ്പോൾ കോളത്തിൻ്റെ ടോട്ടലാണ് എന്ത് 12 + 20 32, 13 + 25 38, അത് എഴുതി. അതുപോലെ റോയിൻ്റെ ടോട്ടലും ഞാൻ എഴുതി. ഇനി ഈ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽസിൻ്റെ സമ്മാണ്. ഈ 25ഉം 45ഉം 70 ആണ്, മറ്റേ കുട്ടികൾ 70. ഇത് എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനിലും ഈ റോ ടോട്ടലിൻ്റെ ഇതും സമ്മും ഗ്രാൻഡ് ടോട്ടൽ എപ്പോഴും സെയിം ആയിരിക്കും, മറ്റേ റോൻ്റെയും കോളത്തിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 17 നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഇപ്പം നമുക്ക് തന്ന ഈ 12, 13, 20, 25 എന്താണ്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിൻ്റെയും കറസ്പോണ്ടിങ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഫോർമുലയാണ് ഇത്, റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്, ഈസിയാണത്. റോ ടോട്ടൽ പിന്നെ അതിൻ്റെ കോളം ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ വാല്യൂസും എല്ലാ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിൻ്റെയും കറസ്പോണ്ടിങ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാണും. ഇനി നമ്മൾ അടുത്ത ഇതിൻ്റെ മെയിൻ ഫോർമുല, അതായത് നമ്മൾ chi-square ഈ കമ്പ്യൂട്ട് ചെയ്യാൻ chi-squareൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ്. അതിൻ്റെ വീഡിയോ കാണുന്നില്ല അല്ലേ താഴത്തേക്ക്. ഓക്കെ, ഇപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ച് തരും. അതിൻ്റെ chi-square = സിഗ്മ O - E the whole square divided by E എന്നാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ സിഗ്മ എന്ന് എഴുതാൻ മിസ്സായതാട്ടോ. ഞാനത് പിന്നെ ലാസ്റ്റിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് തന്നെ കണ്ടോ. ഓക്കെ, ഇപ്പോൾ chi-square = 0 O - E the whole square divided by O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി
എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ഡിവൈഡ്. ഇതെങ്ങനെ കിട്ടുമെന്നല്ലേ നമുക്ക് ഇനി ഡൗട്ട്. ഒന്നുമില്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു മറ്റേ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ടേബിൾ ഫോം ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ ടേബിൾ ഫോം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 12-ൻ്റെ, ഇപ്പം 20-ൻ്റെ, പിന്നെ 30-ൻ്റെ, 25-ൻ്റെ ഈ 4 എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി E11, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, E11 അതായത് ആ 12, അത് ഞാൻ ബ്രാക്കറ്റിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇട്ടത് 12-ൻ്റെ. കാരണം ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ അവസാനം ടേബിൾ ഫോം ചെയ്യുമ്പോഴും എടുത്ത് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, E11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എന്നുള്ള വാല്യൂ, അതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഞാൻ ബ്രാക്കറ്റിലിട്ടത്. അത് എന്തെങ്കിലും അതിൻ്റെ റോ ടോട്ടൽ എത്രയാണ് 25 ഇൻറ്റു കോളം ടോട്ടൽ എത്രയാണ് 32. മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 25 × 32/70 അത് നമ്മൾ കാൽക്കുലേറ്റർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഹാളിൽ. അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ അടുത്തത് 1, 2 അതായത് 20-ൻ്റെത്. അപ്പോൾ എങ്ങനെയാണ്, എൻ്റെ 20-ൻ്റെ റോ എത്രയാണ് 45 × 32/70. മനസ്സിലായില്ലേ? ഇനി അടുത്ത കോളം അതായത് E21 അതായത് 13 എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പം 21 അതായത് 13-ൻ്റെ റോ ടോട്ടൽ എത്രയാണ് 25 ഇൻറ്റു കോളം ടോട്ടൽ 38/70. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വൺ E222 അതായത് 25 എന്നുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസിൻ്റെ. അപ്പോൾ എത്രയാണ് 45 ഇൻറ്റു 38/70. അപ്പോൾ അതിൻ്റെയും ആൻസർ. ഇതിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കാൽക്കുലേറ്ററിൽ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആൻസർ എടുത്ത് എഴുതുകയാണ് കേട്ടോ. 11.43, 20.57, 13.57, ലാസ്റ്റ് വൺ 24.42. ഇത്രയാണ് നമുക്ക് കിട്ടിയ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ടേബിൾ ഉണ്ടാക്കണം. അപ്പം ഞാൻ ആ ടേബിൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ ടേബിളിൽ നമുക്ക് എത്ര കോളമാണ് വേണ്ടതെന്നറിയോ, 1, 2, 3, 4, 5 കോളം വേണം. എപ്പോഴും ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇത് സെയിം സ്റ്റെപ്പാണ്. എത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും സെയിം സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 5 കോളം ഉണ്ട്. ഒന്ന് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി E, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി O-E, ഒന്ന് E മൈനസ് ചെയ്ത വാല്യൂ O-E ദ ഹോൾ സ്ക്വയർ, ആ കിട്ടിയ മൂന്നാമത്തെ കോളത്തിൻ്റെ സ്ക്വയർ O-E ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E. ഇത്രയാണ് എന്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എല്ലാം എഴുതി വെക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന 4 നമ്പറുകൾ 12, 20, 13, 25. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എഴുതിയില്ലേ, അതും എഴുതി വെക്കാം. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഫർദർ എല്ലാം ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പമാണിത്, ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം അതുണ്ടോ O12 എഴുതി, അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്ര കിട്ടിയത് 11.43. O-E എത്ര കിട്ടും 0.57. ഇനി അതിൻ്റെ സ്ക്വയർ 0.57ൻ്റെ സ്ക്വയറാണ്. O-E ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.57ൻ്റെ സ്ക്വയർ 0.325 കിട്ടി. ഇനി ആ 0.325 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, E 11.43. 0.325 ഡിവൈഡ് ബൈ 11.43. എളുപ്പമാണിത്. ഈക്വൽ ടു നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് 0.028 ആണ് കിട്ടിയത് കേട്ടോ. അതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെയും കാണണം. ഇത് മൈനസാണ് കിട്ടിയത്, രണ്ടാമത്തെ റോക്ക് മൈനസാണ് കിട്ടിയത്. O-E മൈനസാണ് കിട്ടിയത്. പക്ഷേ എന്താ, സ്ക്വയർ ചെയ്യുമ്പം പ്ലസ് തന്നെയാവും അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. നമുക്കെല്ലാം എന്താ പറയുക, പ്ലസ് തന്നെയാണ് കിട്ടുന്നത് സ്ക്വയർ ആയതുകൊണ്ട്. മനസ്സിലായില്ലേ? കാരണം O-E ഹോൾ ദ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഏത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും നമുക്ക് ആ ഒരു കോളം എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടുക. ഞാൻ ഓരോന്നിൻ്റെയും 25,
O 25-ൻ്റെ എത്രയാണ് വരുന്നത് 24.43 വന്നു, 42 വന്നു. എന്നിട്ട് മൈനസ് ചെയ്ത വാല്യൂ 0.57 തന്നെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ O മൈനസ് E കണ്ടില്ല, എല്ലാം സെയിം വാല്യൂ ആണ്. സ്ക്വയർ സെയിം വാല്യൂ, പക്ഷേ മറ്റത് മാറും കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് വേറെ വേറെ, ഈ എല്ലാം വേറെ അല്ലേ. അപ്പം O മൈനസ് E ഹോൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടേബിൾ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേബിൾ. ആ ലാസ്റ്റത്തെ കോളത്തിൻ്റെ സമ്മാണ് എന്ത്, നമ്മുടെ കൈ സ്ക്വയർ. അപ്പോൾ കൈ സ്ക്വയറിൻ്റെ ഇതെന്താ, ഇക്വേഷൻ എന്താ, കൈ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ, ഇവിടെ സിഗ്മ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ എഴുതാൻ വിട്ടുപോയി സിഗ്മ O മൈനസ് E ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E. അപ്പോൾ ഇതെല്ലാം കൂടി കിട്ടിയ ആൻസറാണ് 0.081. അപ്പോൾ ഇതാണ് നമ്മളെ കൈ സ്ക്വയർ വാല്യൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എഴുതിയാൽ മതി, നമുക്ക് 6 മാർക്ക് കിട്ടും. ഇനി അല്ല നമ്മൾക്ക് ചിലപ്പോൾ ചോദിക്കും ഈ പറഞ്ഞ മാതിരി ഹൈപ്പോത്തിസിസ് മറ്റേ കൺക്ലൂഷൻ പറയാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് 2 ഹൈപ്പോത്തിസിസ് ആണുള്ളത്, എന്ത് H0യും H1ഉം. H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് അസോസിയേഷൻ ഇല്ല, അതായത് വേരിയബിൾസ് തമ്മിൽ അസോസിയേഷൻ ഇല്ല എന്ന് പറയുന്നത്. പിന്നെ H1 ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്താ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ റോ -1 ഇൻറ്റു കോളം -1 ആണ്. അപ്പോൾ നമുക്ക് എത്ര റോ ഉണ്ട്, 2 റോ ഉള്ളതല്ലേ. അപ്പോൾ 2 - 1 ഇൻറ്റു 2 - 1, അപ്പോൾ എത്രയാണ് 1. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ടേബിളിൽ നിന്ന്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടേബിളിൽ നിന്ന് ഡിഗ്രി ഓഫ് ഫ്രീഡം 1ൽ എത്രയാണ് വാല്യൂ വരുന്നത് നോക്കണം. കൈ സ്ക്വയറിൻ്റെ ടേബിളിൽ എത്രയാണ് വാല്യൂ വരുന്നത് നോക്കണം. അതാണ് നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ. മനസ്സിലായില്ലേ? അപ്പം ഈ വാല്യൂ, ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. ഇനി കൈ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. മനസ്സിലായില്ല? അപ്പം ഇത് തമ്മിലുള്ള ബന്ധം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഹൈപ്പോത്തിസിസ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോ സിഗ്നിഫിക്കൻസ് ചേഞ്ച് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയുക, സിഗ്നിഫിക്കൻസ് ആയി, അപ്പം നമ്മൾ എന്ത് ചെയ്യും, നള്ളിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിസ് H0 ആക്സെപ്റ്റ് ചെയ്യും. ഇനി അല്ല കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടാൽ മതി. ഇപ്പോൾ ചില സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. അപ്പോൾ നമുക്ക് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ കാണേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണണം. ഓക്കെ, അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനനുസരിച്ചിരിക്കും. എന്താണെങ്കിലും ഇത്രയാണ് നമുക്ക് ഓൾ ടുഗെദർ എല്ലാം ഇത്രയേ ചെയ്യാനുള്ളൂ കേട്ടോ. ഇത് നമുക്ക് എന്താണെങ്കിലും ഒരു 6 മാർക്ക് ഓർ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. കാൽക്കുലേഷൻ പാർട്ടാണിത്. നമ്മൾ തിയറി കുറേ എഴുതുന്നതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ പഠിച്ചു പോവുക. എക്സാമിന് എല്ലാവർക്കും നല്ല സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും, മെയിൻ ടോപ്പിക്സും ചാപ്റ്റർ വൈസ് ടോപ്പിക്സും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ